ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 18. നമ്മൾ 5 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഇനി 6ാമത്തെ ശ്ലോകം. ഭൂമിദേവി പൃഥു വില്ലും കൊണ്ട് അമ്പെയ്യാനായിട്ട് വരുന്നത് കണ്ടപ്പോൾ ഓടി, പശുവിൻ്റെ രൂപമെടുത്തോടി പൃഥു പിന്നാലെ ചെന്നു. അപ്പോൾ ഭൂമിദേവി നമസ്കരിച്ചുകൊണ്ട് പൃഥുവിനെ സ്തുതിച്ചു. അപ്പോൾ പൃഥു ചോദിച്ചു ദേഷ്യത്തോടെ, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ സമ്മതിക്കാത്തതെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പേ വേനരാജാവ് വളരെ ദുഷ്ടനായതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകരിക്കാത്തതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ വിഭവങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്തതാണ്. അതിനെ നാനാവിധമാക്കാതിരിക്കാനാണ് അങ്ങ് എടുത്തുകൊള്ളുക, എന്ത് വേണമെങ്കിലും. അതിനിപ്പോൾ ഞാൻ പശുവല്ലേ, പശുവിൻ്റെ രൂപത്തിൽ എന്ത് വേണമെങ്കിലും ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സഹായത്തോടു കൂടി കറന്നെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. പൃഥുവിന് സമാധാനമായി. ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. ഓരോ വിഭാഗവും അങ്ങനെ വന്ന് കറന്നെടുക്കുന്ന കാര്യം പ്രത്യേകം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഋഷീശ്വരന്മാർ ആത്മജ്ഞാനം, ദേവന്മാരെല്ലാവരും സോമരസം, മരണമില്ലാത്ത അവസ്ഥ, മനുഷ്യന്മാർ കൃഷി, അസുരന്മാർ മദ്യം, ഗന്ധർവന്മാർ മധുര സംഗീതം, അപ്സരസുകൾ സൗന്ദര്യം, സർപ്പങ്ങൾ പോലെയുള്ള ജന്തുക്കൾ വിഷം, പശുക്കളെ പോലെയുള്ള ജന്തുക്കളൊക്കെ പാല്, പർവ്വതങ്ങൾ ധാതുക്കൾ, രത്നങ്ങൾ, ഔഷധികൾ, അങ്ങനെ എല്ലാവർക്കും ഭൂമി മാതാവ് സകല വസ്തുക്കളും എന്താണോ ഇഷ്ടം അത് അതേപോലെ വിതരണം ചെയ്തു. പൃഥു മഹാരാജാവും സന്തോഷമായി. അങ്ങനെ ഗ്രാമവും പട്ടണവും കോട്ടകളും നഗരങ്ങളും ഒക്കെ നിർമ്മിച്ചു. സമ്പൽ സമൃദ്ധമായി. കൃഷി പ്രധാന ഉപജീവന മാർഗമായിട്ട് വളർന്നു. പിന്നെ ആ പൃഥുവിൻ്റെ കാലം കഴിയുന്നത് വരെ ക്ഷാമം ആർക്കും അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഈ ശ്ലോകത്തിൽ. 6ാമത്തെ ശ്ലോകം. ഭൂയസ്താം നിജകുലമുഖ്യ വത്സയുക്തൈർ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീൻ അഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരഭിതനു മധൂദുഹസ്ത്വം. അർത്ഥം നോക്കാം. ഭൂയ അനന്തരം, ത്വം ഭഗവാനെ അങ്ങയുടെ അവതാരമായിട്ടുള്ള പൃഥു, നിജ കുല മുഖ്യ വത്സയുക്തൈ ഓരോ കുലങ്ങളിലെയും പ്രധാനപ്പെട്ട ആളുകളെ പശുക്കുട്ടികളാക്കി. ഇപ്പോൾ ദേവന്മാരാണെങ്കിൽ ദേവേന്ദ്രൻ, അസുരന്മാരാണെങ്കിൽ പ്രഹ്ലാദൻ, മനുഷ്യന്മാരാണെങ്കിൽ മനു, അങ്ങനെ ഓരോ പ്രധാനികളെ പശുക്കുട്ടികളാക്കിയിട്ട് ദേവാദ്യൈ ദേവന്മാർ തുടങ്ങിയവരാൽ സമുചിത ചാരുഭാജനേഷു ഓരോരുത്തർക്കും യോജിച്ചതായിട്ടുള്ള മനോഹരമായ ഭാജനം പാത്രം, ചാരു സുന്ദരം, സുന്ദരമായിട്ടുള്ള പാത്രങ്ങളിൽ യാനി അഭിലഷിതാനി ഏതൊന്നാണോ അവർക്ക് അഭിലാഷം ആഗ്രഹം ഉള്ളത്, അന്നാദീനി താനി അന്നം തുടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കളാവട്ടെ, എന്താണോ അഭീഷ്ടം താനി അവയെ, സുരഭിതനൂം സുരഭിയുടെ പശുവിൻ്റെ രൂപം ധരിച്ചിട്ടുള്ള താം ആ ഭൂമിദേവിയെ, സ്വച്ഛന്തം അവനവൻ്റെ ഇഷ്ടമനുസരിച്ച്, ആ ദൂതുഹ എന്ന് പറഞ്ഞാൽ കറന്നെടുത്തു. അപ്പം ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാതരം സമ്പത്തുകളും ഐശ്വര്യങ്ങളും എന്താണോ വേണ്ടത് അത് സാധിക്കും. ആവശ്യം പോലെ നമ്മൾ പ്രയത്നിച്ചാൽ അത് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. പരിശ്രമിക്കണം. പരിശ്രമങ്ങളുടെ ഫലമായിട്ട് പാലോ തേനോ എന്തു വേണമെങ്കിൽ ഭൂമി തന്നെ തരും എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത്. അതിന് ജനങ്ങളുടെ പിതാവ് പോലെയുള്ള രാജാവ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എല്ലാ സൗകര്യങ്ങളും ചെയ്താൽ ഭൂമി സസ്യസമ്പന്നയാകും. പൃഥ്വി സസ്യശാലിനി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മളൊരു ശ്ലോകം എപ്പോഴും പറയണതാണ്, സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ
ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ന്യായേന മാർഗേണ മഹിയെ മഹീശന്മാർ ഭരിക്കുകയാണെങ്കിൽ, ന്യായമായ മാർഗത്തിൽ കൂടി ഭരണം നടത്തുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജാവുണ്ടെങ്കിൽ, അവർക്ക് കീഴിലുള്ള ജനങ്ങളെല്ലാവരും ഉപജീവന മാർഗങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചുകൊള്ളും എന്ന്. ഭൂമി സർവസമ്പന്നയായിട്ടുള്ള സ്നേഹ സ്വരൂപിണിയായിട്ടുള്ള അമ്മയെപ്പോലെയാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോഴും ഒക്കെ ആ അമ്മ ഒന്നും നഷ്ടപ്പെട്ടു പോവാൻ അനുവദിക്കാതെ സൂക്ഷിച്ചു വെക്കുകയാണ്. അതിന് അർഹരായവർ വരുമ്പോൾ ആവശ്യമനുസരിച്ച് തിരിച്ചു നൽകുകയാണ്. ഇതാണ് ഭൂമിയെ അമ്മ, മാതാവ് എന്നൊക്കെ വിളിക്കുന്നത്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭൂയ ത്വം, ഭൂമിയെ സമമാക്കിയതിന് ശേഷം അങ്ങ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അംശമായിട്ടുള്ള പൃഥു, നിജകുലമുഖ്യ വത്സയുക്തൈ ദേവാദ്യൈ, അങ്ങയുടേതായ പല പല തരത്തിലുള്ള ആളുകളോട് ചേർന്നിട്ട് പറഞ്ഞു. ദേവാദ്യൈർ സമുചിത ചാരുഭാജനേഷു, ഉത്തമമായിട്ടുള്ള പാത്രങ്ങളിൽ നിങ്ങൾ കറന്നെടുത്തുകൊള്ളുക. യാനി അഭിലഷിതാനി അന്നാദീനി, എന്താണോ നിങ്ങൾക്ക് അഭിലാഷങ്ങൾ ഉള്ളത് അതനുസരിച്ച് അന്നം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഭൂമിദേവി തരും, കറന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. സുരഭി തനും താം സ്വച്ഛന്തം അതൂതുഹ, സുരഭിയുടെ, പശുവിൻ്റെ തനു, ശരീരം സ്വീകരിച്ച ആ അമ്മ ഭൂമിദേവി ഇഷ്ടമനുസരിച്ച് എല്ലാം അവർക്ക് കറന്നെടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. 7ാമത്തെ ശ്ലോകം. അങ്ങനെ പൃഥു മഹാരാജാവ് ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളെ സംരക്ഷിക്കുന്നത് അതുപോലെ ലോകർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചക്രവർത്തിയായി ഭരണം നടത്തി. സകല ജനങ്ങൾക്കും സൗഖ്യമായി. അതിനു മുമ്പുണ്ടായിരുന്ന വേനൻ മുടക്കി വെച്ചില്ലേ യാഗങ്ങളും പൂജകളും ഒക്കെ പൃഥു 2ാമതും ചെയ്യാൻ തുടങ്ങി. യാഗങ്ങളൊക്കെ അശ്വമേധയാഗം പൃഥു വിസ്തരിച്ച് ചെയ്യാണ്. അത്രയധികം കാലം രാജ്യം ഭരിച്ചു. 99 അശ്വമേധം ചെയ്തു കഴിഞ്ഞു. ഭഗവാൻ വിഷ്ണു തന്നെ അതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 100ാമത്തെ യാഗം തുടങ്ങി. 100ാമത്തെ യാഗം തുടങ്ങിയപ്പോൾ എപ്പോഴും അസൂയുള്ള ഒരു ആളുണ്ടല്ലോ, ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ കരുതി ഇത് എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനാണ് എന്ന്. വാസ്തവത്തിൽ അങ്ങനെയല്ല, ജനങ്ങൾക്ക് നന്മ വരുത്തട്ടെ എന്ന് മാത്രമായിരുന്നു പൃഥുവിൻ്റെ യാഗത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇന്ദ്രൻ വിചാരിച്ചു തൻ്റെ പദവി ഇപ്പം പോവും എന്ന് വിചാരിച്ചിട്ട് യജ്ഞം നശിപ്പിക്കാൻ വന്നു. യാഗപശുവായിട്ടുള്ള, യാഗമൃഗമായിട്ടുള്ള കുതിരയെ കട്ടുകൊണ്ടുപോകാനായിട്ട് കള്ളവേഷം കെട്ടി കപട സന്യാസിയായിട്ട് യാഗശാലയിലേക്ക് വരികയും ആ കുതിരയെ കട്ടുകൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വേഷം മാറി വന്നത് ഇന്ദ്രനാണ് കപട സന്യാസിയായിട്ട് വന്നതെന്ന് അത്രി മഹർഷിക്ക് മനസ്സിലായി. ഉടനെ തന്നെ പൃഥുവിൻ്റെ മകനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ആ മകൻ പിന്നാലെ പോയി കുതിരയെ എടുക്കുന്നു മനസ്സിലായപ്പോൾ ഇന്ദ്രൻ വേഗം വേഷം ഉപേക്ഷിച്ച് പോവുകയും ആ കുതിരയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കുതിരയെ തിരിച്ചു കൊണ്ടുവന്നത് കാരണം പൃഥുവിൻ്റെ മകന് വിജിത അശ്വൻ എന്നു പേരും ഉണ്ടായി. 7ാമത്തെ ശ്ലോകം വായിക്കാം. ആത്മാനം യജതി മഖൈസ്ത്വൈ ത്രിധാമ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലു ശതമഖ ഏത്യനീചവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോ അഭൂത്. അർത്ഥം: ത്രിധാമാവായ ഭഗവാനെ, പൃഥുരാജാവേ, പൃഥു മഹാരാജാവ് അങ്ങയുടെ തന്നെ അംശമാണല്ലോ. അപ്പോൾ ത്രിധാമൻ എന്ന് പറഞ്ഞാൽ ത്രിലോകവാസികൾക്കും എല്ലാം ഭഗവാനായ ഗുരുവായൂരപ്പ, ത്വയി അങ്ങേക്കായി, മഖൈ ആത്മാനം യജതി മഖങ്ങൾ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട്, ആത്മാനം യജതി എല്ലാവരും ഭഗവാനെ യജിക്കും. പൃഥു ഭഗവാൻ തന്നെ ആയതുകൊണ്ട്, ഭഗവാന്റെ അംശം തന്നെ ആയതുകൊണ്ടാണ് ആത്മാനം യജതി തന്നെ തന്നെ പൂജിക്കുകയാണല്ലോ ചെയ്തത്. ശതതമവാജി മേധയാഗേ ആരബ്ധേ 100ാമത്തെ അശ്വമേധം ആരംഭിച്ച സമയത്ത്
സ്പർദ്ധാലു, സ്പർദ്ധ അസൂയ, അസൂയ സഹിക്കാൻ പറ്റാതെ ശതമഖൻ 100 യാഗങ്ങൾ ചെയ്ത ശതക്രതു എന്നൊക്കെ പറയുന്ന ആ ഇന്ദ്രൻ, ദേവേന്ദ്രൻ നീചവേഷ ഏത്യ, നീചവേഷം കപടവേഷം എടുത്തിട്ട് അശ്വം ഹൃത്വ, യാഗത്തിന് കെട്ടിയിട്ടുണ്ടായിരുന്ന കുതിരയെ അപഹരിച്ചു. തവതനയാത് പരാജിത, ഇത് കണ്ട അങ്ങയുടെ പുത്രൻ യുദ്ധത്തിന് പോവുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്ദ്രനെ. പരാജിത അഭൂത്, അങ്ങനെ ഇന്ദ്രൻ പരാജിതനായിട്ട് ഓടിപ്പോയല്ലോ. മുമ്പ് നമ്മൾ കണ്ടു, നാരായണ മഹർഷിയുടെ അടുത്തേക്ക് കാമദേവനെയും വസന്തത്തിനെയും അപ്സരസ്സുകളെയും ചന്ദനക്കാറ്റിനെയും ഒക്കെ കൊണ്ട് ഇന്ദ്രൻ പോയി അവിടെ പരാജയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ അതാ പൃഥു, നാരായണ മൂർത്തിയും ഋഷിയും ഭഗവാനാണ്, പൃഥുവും ഭഗവാൻ തന്നെയാണ്. ഇന്ദ്രൻ്റെ ശക്തി, അസൂയ മുഴുത്ത ആ ശക്തി 2 സ്ഥലത്തും, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ പരാജയപ്പെടുകയാണ്. അസൂയ വന്നാൽ ആളിൻ്റെ മുഖം തന്നെ വികൃതാക്കും. അതാണ് നീചവേഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അന്തസ്സുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ലല്ലോ ഈ ചെയ്തത്. ത്രിലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പൃഥുവായി അവതരിച്ച അങ്ങ് യാഗങ്ങൾ ധാരാളം നടത്തി 100ാമത്തെ അശ്വമേധം തുടങ്ങിയപ്പോൾ അങ്ങയെ തന്നെ ആരാധിക്കാൻ തുടങ്ങിയ ആ സമയത്ത് ഇന്ദ്രൻ സ്വന്തം രൂപം മറച്ചു വെച്ച് നീചമായിട്ടുള്ള കപടമായിട്ടുള്ള വേഷമെടുത്ത് യാഗാശ്വത്തിനെ അപഹരിച്ചു. പക്ഷെ അങ്ങയുടെ മകനാൽ ഇന്ദ്രൻ പരാജയപ്പെടുകയും ചെയ്തു. ആത്മാനം യജതി മഖൈസ്ത്വയി ത്രിധ